ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബനാന പഫ് ബൈറ്റാണ്. നമുക്കെല്ലാവർക്കും ബനാന പഫ്സ് അറിയാം. ഇത് അതിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് ഉണ്ടാക്കാവുന്ന ബനാന പഫ് ബൈറ്റാണ്. നമ്മുടെ വളരെ എളുപ്പത്തിലുണ്ടാകാം. നമ്മുടെ മക്കൾക്ക് ഇതെന്താണെങ്കിലും ഇഷ്ടപ്പെടും. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഈ സ്വിസ്സിൻ്റെ പഫ് പേസ്ട്രി ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഇത് ഫ്രീസറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഫ്രീസറിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാൽ അതിൻ്റെ ആ തണുപ്പൊക്കെ പോയി നമ്മൾ നല്ല പാകത്തിന് കിട്ടുമേ. ഇങ്ങനൊരു ഷീറ്റുണ്ട്, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. ഈ പരുവത്തിലുള്ള ഒരു പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ആ ഏത്തപ്പഴത്തിനെ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ ഏത്തപ്പഴം ഇങ്ങനെ എടുത്ത് ഇതിനകത്തുനിന്ന് റോൾ ചെയ്യുവാണേ. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യണേ. ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കല്ലേ. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ടേ. ഏത്തപ്പഴം നന്നായിട്ടത് റോൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിനെ ഒരു ഇഞ്ച് കനത്തിൽ നമുക്കിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ പീസായിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൻ്റെ ഒരു ഷീറ്റ് വെച്ച് കൊടുത്ത് ആ ഷീറ്റിലോട്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കും. ഒരു ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഇത്രയും പഫ് ബൈറ്റ് ഉണ്ടാക്കാവേ. ഞാനൊരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒരു 1/2 സ്പൂൺ പഞ്ചസാര, ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ മിക്സ് നമുക്ക് ഈ നമ്മൾ സാധാ പഫ്സിൽ നമ്മൾ തേച്ച് കൊടുക്കത്തില്ല, അതുപോലെ ഈ പഫ്സിലൊന്ന് തേച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എഗ്ഗ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് വെളുത്ത എള്ളാണ്. കറുത്ത എള്ളാണെങ്കിലോ അല്ലെങ്കിൽ ചിരകിയ തേങ്ങയാണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഒരു ബാച്ചും കൂടെ ഉണ്ടാക്കാതിരിക്കാം.
ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ടോട്ടൽ നമ്മൾ 20 മിനിറ്റാണ് പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചൂടുണ്ട്, പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ പഴവും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലും നമുക്ക് ആ എണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് 10 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. നമുക്കിത് ട്രെയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. രണ്ട് ഏത്തപ്പഴം കൊണ്ട് നമ്മൾ ഇത്രയും ബനാന പഫ് ബൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഏത്തപ്പഴം കൊണ്ട് പഫ് ഷീറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.